ആ കുഞ്ഞുകുട്ടനൊന്ന് വിളിക്കൂ. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. ഇന്തവന്റെ അന്ത്യമാണ്, വിളിക്കണം. ശങ്കള, ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി അതിൽ പിടിച്ചാടോ ഈ കൃഷ്ണമൂർത്തി കളിക്കാൻ പോകുന്നത്? തീക്കളിയാ സ്വാമി, തീക്കളി. ഈ ചെക്കൻ ആരാണ് അടിച്ചത്? ആരടിച്ചോട്ടെ, അതിനുള്ള കെണി ഞാൻ ഒപ്പിച്ച് വെക്കും. ഓന്റെ പണ്ടം ഞങ്ങൾ പുറത്തു കൊടുക്കും, ആരായിക്കോട്ടെ. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. What will you do? കേക്കണം. കേക്കണം. ഇത് ജസ്റ്റ് ഒരു കണ്ടന്റിന്റെ രൂപത്തില് ചെയ്തൊരു വിഷയമാണ്. ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇതിപ്പോ ഈ ഒരു സംഭവം ഇത്രത്തോളം വിഷയമാവും അല്ലെങ്കിൽ ഇത്രത്തോളം പ്രോബ്ലത്തൊക്കെ പോകുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അയ്യോ പാവം, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പൂച്ചല്ലേ ഇവൻ. ഒരു തോക്ക് കൊടുത്ത് ഇറങ്ങിക്കോ. മനുഷ്യനെ കൊന്നു കാശുണ്ടാക്കുന്നതാ ഇതിലും ഭേദം. കേട്ടില്ല നിങ്ങള്? എജ്ജാതി സ്ക്രിപ്റ്റ്. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോക സ്ക്രിപ്റ്റ് ആണ് എഴുതി വെച്ചിട്ടുള്ളത്. ഫാന്റാസ്റ്റിക് ചീറ്റിംഗ്. കുട്ടിക്കാലത്ത് വായിച്ച ഫെയറി ടെയിലിൽ പോലും ഇങ്ങനെ ഒരു തട്ടിപ്പ് കേട്ടിട്ടില്ല. PSG ഗാങ്ങിലേക്കുള്ള നിഷാന്റെ മാസ് എൻട്രിക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റഡ് നാടകം കളിക്കണം, വണ്ടി തച്ച് പൊട്ടിക്കണം. നീ ആള് കൊള്ളാമല്ലോടാ അപ്പക്കാളെ. ഞാളെ ചെറിയ ബുദ്ധി തോന്നിയതാണ്. ഇപ്പൊ ഈ പലസ്തീൻ വീഡിയോ ഒക്കെ ചെയ്ത് പ്രശ്നമായതുകൊണ്ട് നാട്ടുകാർ അത് വേറെ രീതിക്ക് എടുത്ത് കമന്റ് ബോക്സിൽ തമ്മിൽ തല്ലി അടിയൊക്കെ ഉണ്ടാക്കി നാട്ടുകാരത് വേറെ രീതിയിൽ കത്തിച്ചോളും. ഇനി ഇവിടുന്നൊരു മിസൈൽ അങ്ങോട്ട്, അവിടുന്നൊരു മിസൈൽ ഇങ്ങോട്ട്. അപ്പോ സമാധാന സേനകളായി നമ്മൾ അവിടെ എത്തുന്നു. അവന്മാരെ തമ്മിൽ പരിശാക്കി. എന്തും ചെയ്യാൻ മടിക്കാത്ത എമ്പോക്കിയാണവൻ. ചെകുത്താൻ ഭൂമി വന്ന് പറഞ്ഞിരിക്കുക അവന്റെ രൂപത്തിൽ. ഷാജഹാനെ ആളൊക്കെ തീരക്കാതല്ലേ. ഒന്നിന് ഈയും ഞാനൊക്കെ ഒന്നിനാത്രം പോകുന്ന ആയില്ല ഷാജഹാനെ. എനിക്ക് എന്തായാലും നഷ്ടപ്പെടാനൊന്നുമില്ലേ, പോയി തൂങ്ങിച്ചവിടാ. അതാ അന്തസ്സുള്ളവൻ ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് നിലനിൽക്കണം. നിങ്ങള് പറ്റ ഫേക്ക് ആയാണ്ടല്ലോ, നാട്ടുകാരെ പറ്റിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഇതേപോലെ ഒരു ദിവസമാണ് പൊട്ടു. എടോ, എനിക്കിത് പൊത്തരിയൊന്നുമല്ല, അത്ര നല്ല മനസ്സും എനിക്കില്ല. വഴിയാൻ വേണ്ടാം കണ്ട വഴിവിട്ട് എന്ത് പ്രവർത്തി ഞാൻ ചെയ്യും. പുതിയ പിള്ളേരാണേ, എച്ചിത്തരം മാത്രമേ കണ്ട് ശീലിച്ചിട്ടുള്ളൂ. പറഞ്ഞിട്ട് കാര്യം എന്താ? തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് വരെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു ഭിന്നത സൃഷ്ടിക്കാൻ ഇതൊരു കാരണമായി മാറും. ഇതിന്റെയൊക്കെ പുറകിൽ വേറെ ചില കളികളുണ്ട്. വേറൊന്നുമല്ല, വർഗീയത. ഇതുപോലുള്ള ചില വൃത്തികെട്ടവന്മാരാ നേരെ ചൊവ്വേ ജീവിക്കുന്ന മലയാളികൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ പല കോണുകളിൽ നിന്നും ഒരു വർഗീയ കലാപം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള വലിയ പ്രശ്നമാണ്. കൊത്തി കൊത്തി ഇപ്പൊ നെറുകന്തലയിലും കയറി കൊത്തിയില്ലേ പാമ്പാവൻ, നല്ല അസല് വിഷപ്പാമ്പ്. ഡ്രാമ നടത്തി കണ്ടന്റിന് വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടിയിട്ട്, സോഷ്യൽ മീഡിയയിൽ അറ്റൻഷന് വേണ്ടിയിട്ട്, ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഈ രണ്ടു പേരും കൂടെ ചേർന്ന് കാണിച്ച ഈ തെമ്മാടിത്തരത്തിന്റെ വലിപ്പം ചെറുതൊന്നുമല്ല എന്ന് ഇവരെത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കുന്നു. നിപ്പച്ചന് മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട കേരള പോലീസ് ഈ വീഡിയോ കാണുമെന്നറിയില്ല, അഥവാ കാണുകയാണെങ്കിൽ സാറേ, ഈ രണ്ട് വ്യക്തികൾക്കെതിരെ സെക്ഷൻ 153A അതുപോലെ തന്നെ സെക്ഷൻ 295A എന്നീ രണ്ട് വകുപ്പുകളും ചാർത്തിക്കൊണ്ട് സ്വമേധയാ FIR ഇട്ടിട്ട് ഈ രണ്ടുപേരെയും സാർ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം. നമ്മളെല്ലാം വെറും വിധികളാണെന്നുള്ള വിചാരം. നോക്കിയിരിക്കാതെ ഭാഗം ചോദിക്കുന്നതായ അവൻ എന്റെ കൈ കിട്ടിയ പിഴിഞ്ഞ് ഞാൻ ചാറ് കുടിക്കും. കാരണം എന്ന് വെച്ചാൽ മലപ്പുറം പോലുള്ള ഒരു സെൻസേഷണൽ ആയിട്ടുള്ള ജില്ലയിൽ വർഗീയപരമായിട്ട് വലിയൊരു കലാപത്തിന് വേണ്ടിയിട്ട് കൂട്ടുകൂട്ടിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഇവർ. ദൈവമായിട്ടാണ് നിന്നെ എന്റെ മുന്നിൽ എത്തിച്ചത്. അയ്യോ, കോൺസ്റ്റബിൾ പെരുമാറിക്കോ. ഇതുപോലെ ഒന്നിനും എനിക്ക് കിട്ടില്ല. കൈത്തരിപ്പ് തീർത്തോ? എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും